മികച്ച നടി എന്നതിനപ്പുറം സാമൂഹ്യ പ്രതിബദ്ധതയും നീതിബോധവും ഉറച്ച നിലപാടുകളും മൂല്യാധിഷ്ഠിത സമീപനങ്ങളും കൊണ്ട് സർവാദരണീയയാകുന്നു പാർവതി തിരുവോത്ത്. സിനിമയിലൂടെയും അഭിനയ പ്രകടനങ്ങളിലൂടെയും പ്രേക്ഷകർ ആരാധിച്ചിരുന്ന പല വിഗ്രഹങ്ങളും ഉടഞ്ഞു ചിതറുന്ന കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് കേരളം. വളരെ മാന്യമായി സ്വന്തം തൊഴിൽ ചെയ്ത് മടങ്ങുന്നവർ പോലും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാഴ്ചയും കണ്ടു. സിനിമാ പ്രവർത്തകരിലെ മഹാഭൂരിപക്ഷത്തിന് അവർ കണ്ണിലെ കരടായിരുന്നു. എന്തിനേയും ഏതിനേയും എതിർക്കുന്ന തന്റേടിയും ധിക്കാരിയുമായ സ്ത്രീ എന്ന തലത്തിൽ അവരുടെ പ്രവർത്തികളെ ദുർവ്യാഖ്യാനം ചെയ്തവരുണ്ട്. നടി എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ദ റിയൽ സൂപ്പർ സ്റ്റാർ. സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനുള്ള ഹേമ കമ്മിറ്റി എന്ന ആശയം ആ കൂട്ടായ്മയുടെ ബുദ്ധിയിൽ വിരിഞ്ഞതാണെങ്കിലും അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഇച്ഛാശക്തിയിൽ മറ്റാരേക്കാൾ മുന്നിൽ നിന്നത് പാർവതിയാണെന്നത് പരസ്യമായ രഹസ്യമായിരുന്നു. വേട്ടക്കാരിൽ ചിലരുടെ ഭാവി തുലാസിലായി എന്ന് മാത്രമല്ല, താരസംഘടനയുടെ പ്രതിച്ഛായ തന്നെ നാമാവശേഷമായി. മുന്നിൽ നിന്ന് നയിക്കാൻ യോഗ്യനായ ഒരാളെ തേടി സംഘടന ഇരുട്ടിൽ തപ്പുന്ന കാഴ്ചയും നാം കണ്ടു. പുരുഷന്മാരായ അംഗങ്ങളിൽ നടൻ ജഗദീഷ് മാത്രം ഇരകൾക്ക് വേണ്ടി സംസാരിച്ചു. ഈ നേട്ടത്തിന്റെ മുഖ്യാവകാശി പാർവതി തന്നെയാണ്. കാരണം മറ്റൊന്നല്ല, അവർക്കൊപ്പം പോരാട്ടവീതിയിൽ മുന്നണിയിൽ നിന്ന പല അഭിനേത്രികളും സിനിമയിലത്ര സജീവമായിരുന്നില്ല. എന്നാൽ പാർവതി തന്റെ കരിയറിന്റെ പീക്കിൽ ജ്വലിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു വ്യക്തിഗതമായ നഷ്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ഒരു നിലപാടിനെ പിന്തുടരാൻ ധൈര്യം കാണിച്ചത്. ഈ ഒരു കാരണം കൊണ്ട് പാർവതിക്ക് വന്ന പല അവസരങ്ങളും നഷ്ടപ്പെട്ടു. പലപ്പോഴും പാർവതിക്ക് സിനിമകൾ തന്നെ ഇല്ലായിരുന്നു. ആരെയും പാർവതി കുറ്റപ്പെടുത്തിയില്ല. ലക്ഷ്യബോധത്തോടെ നേരെ മുന്നോട്ട് തന്നെ സഞ്ചരിച്ചു.